പാലക്കാട് നിപ്പ സ്ഥിരീകരിച്ചതോടെ കർശന നിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പ്. മണ്ണാർക്കാടും കുമരംപുത്തൂരും കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചു. നിപ്പ ബാധിച്ച മരിച്ച 57കാരന്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കി. സമ്പർക്ക പട്ടികയിലുള്ള ആളുകളോട് ക്വാറന്റൈനിൽ പ്രവേശിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് അജിത് ബാബു ചേരുന്നുണ്ട്. അജിത്ത്, എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പുറപ്പെടുവിച്ചിട്ടുള്ളത്? വിശദാംശം. അഖില രവീന്ദ്രൻ, കുമരംപുത്തൂർ പഞ്ചായത്തിൽ മാത്രം 8, 9, 10, 11, 12, 13, 14 വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൂടാതെ മണ്ണാർക്കാട് നഗര മുനിസിപ്പാലിറ്റിയുടെ 25, 26, 27, 28 വാർഡുകളും ഇത്തരത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് കർശനമായ നിയന്ത്രണമാണ് ഈ മേഖലയിൽ അടക്കം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 46 പേരെയാണ് പ്രാഥമികമായി സമ്പർക്ക പട്ടികയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അത് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് സമ്പർക്ക പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. മണ്ണാർക്കാട്ടെയും വട്ടമ്പലത്തെയും 2 സ്വകാര്യ ആശുപത്രികളിൽ സന്ദർശനം ചികിത്സ തേടിയതിനു ശേഷമാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് 57കാരൻ ചികിത്സയ്ക്കായി പോയത്. അതുകൊണ്ട് തന്നെ ഈ ആശുപത്രിയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചാണ് ഈ ആളുകളെ കണ്ടെത്തിയത്. മാത്രമല്ല അടുത്ത ബന്ധുക്കൾ തുടങ്ങിയ ആളുകളോടൊക്കെ ഈ പറയുന്ന പ്രാഥമികമായി തയ്യാറാക്കിയ 46 പേരടങ്ങുന്ന സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മുഴുവൻ പേരോടും ക്വാറന്റൈനിൽ പ്രവേശിക്കാൻ നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു. മാത്രമല്ല ഈ മേഖലയിൽ ആകമാനം കൂട്ടം കൂടാനോ അത്തരത്തിൽ മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങാനോ ഉള്ള അനുമതികളില്ല. മാത്രമല്ല ഈ മേഖലയിലേക്ക് പുറത്തുനിന്ന് ആളുകൾക്ക് കടക്കാൻ ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസും കൃത്യമായി ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഏതാണെങ്കിലും വലിയ തരത്തിലുള്ള ജാഗ്രതയാണ് വീണ്ടും സംസ്ഥാനത്ത് പാലക്കാട് നിപ്പ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിലുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, നേരത്തെ കോട്ടകൽ സ്വദേശിയായിട്ടുള്ള 38കാരിക്ക് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആ പട്ടികയിലോ സമ്പർക്ക പട്ടികയിലോ ഉൾപ്പെട്ട ആളല്ല ഇത്തരത്തിൽ 57കാരൻ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആരോഗ്യവകുപ്പ് അങ്ങനെയാണ് നിലവിൽ വിലയിരുത്തുന്നത്. ഏതാണെങ്കിലും വളരെ ഗൗരവത്തോടു കൂടിയാണ് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ഈ കാര്യങ്ങളെ കാണുന്നത്, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. അഖില രവീന്ദ്രൻ, നിപ്പ ബാധിച്ച് മരിച്ച 57കാരന്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. സമ്പർക്ക പട്ടികയിലുള്ള ആളുകളോട് ക്വാറന്റൈനിൽ പ്രവേശിക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദമായ വിവരങ്ങളാണ് അജിത് ബാബു നൽകിയത്.